കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ഇഗ്നോ ഫോക്കസ് 2.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ MA സോഷ്യോളജിയുടെ MSO 004 സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ്. ഈ ഒരു സെക്ഷനിലെ ജനറൽ അനാലിസിസ് പാർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് MSO 004 ഇഗ്നോയുടെ എക്സാമിനേക്ക് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കൂടുതൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് എമർജൻസ് ഓഫ് സോഷ്യോളജി. എങ്ങനെയാണ് സോഷ്യോളജിയുടെ ഗ്രോത്ത്, എമർജൻസ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ്, ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അതിന്റെ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നതെന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം ആണ്. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർലി ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഓഫ് കാസ്റ്റ്, ബ്രാഹ്മണിക്കൽ പെർസ്പെക്ടീവ്, അംബേദ്കർ വ്യൂ, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ അഗ്രേറിയൻ സൊസൈറ്റി വരുമ്പോൾ അഗ്രേറിയൻ സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചർ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈം പീരീഡിൽ എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ, അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ്, ഇമ്പാക്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് ചോദിക്കുന്നത്. പിന്നെ ട്രൈബൽ ഇഷ്യൂസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ട്രൈബൽ ലൈഫ്, ട്രാൻസ്ഫോർമേഷൻസ്, ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഓഫ് ദി സ്കോളേഴ്സ് ലൈക്ക് ഗുറെ, എൽവിൻ വാരിയറുടെ ഒക്കെ കോൺസെപ്റ്റുകൾ ചോദിക്കുന്നുണ്ട്. പിന്നെ urbanization ആൻഡ് മൈഗ്രേഷൻ പോലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിന്റെ കണ്ടംപററി ചാലഞ്ചസ് എന്താണ്, അതിന്റെ റീസെന്റ് ട്രെൻഡ്സ് എന്താണ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മൂവ്മെന്റ്സ് വരുമ്പോൾ അതിന്റെ ഓൾഡ് സോഷ്യൽ മൂവ്മെന്റ്, ന്യൂ സോഷ്യൽ മൂവ്മെന്റ് തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കുന്നുണ്ട്. പെസന്റ് മൂവ്മെന്റ്സുകൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഗ്ലോബലൈസേഷൻ വരുമ്പോൾ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് കൾച്ചറിനെ ഇമ്പാക്ട് ചെയ്യുന്നത്, ഐഡന്റിറ്റി എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, ഇതേപോലുള്ള റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ റിലീജിയൻ ആൻഡ് കൾച്ചർ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്സ്, സെക്യുലറിസം ഇൻ ഇന്ത്യ, ഇതേപോലെയുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അടുത്ത കവറേജ് ഓഫ് സിലബസ് ടോപ്പിക് ആണ്. നമ്മുടെ MSO 004 എന്ന് പറയുന്ന പേപ്പർ, സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ ഡിഫറെന്റ് ബ്ലോക്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് വരുന്ന ബ്ലോക്ക് ആണ്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പെർസ്പെക്ടീവ്സ് ഓഫ് കാസ്റ്റ് ഇൻക്ലൂഡിംഗ് ഫീൽഡ് വ്യൂ, ബുക്ക് വ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 2-നകത്ത് വരുന്നത്. ബ്ലോക്ക് 3-നകത്ത് വരുമ്പോൾ ഫാമിലി ആൻഡ് കിൻഷിപ്പ്, ഫോക്കസിങ് ഓൺ ഡിഫറെന്റ് അപ്രോച്ചസ് ആൻഡ് ചേഞ്ചസ് ഇൻ സോഷ്യൽ സ്ട്രക്ചർ, ഇതുപോലുള്ള ടൈപ്പ് ഓഫ് ടോപ്പിക്സുകളാണ് ബ്ലോക്ക് 3-കകത്തുള്ളത്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ അഗ്രേറിയൻ ക്ലാസസ് ആൻഡ് ജെൻഡർ ഇഷ്യൂസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈം പീരീഡിലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ആ ഒരു ബ്ലോക്ക് 4-നകത്ത് കവർ ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 5 വന്നിട്ട് ട്രൈബൽ ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് വ്യൂസ് ഓഫ് കീ സ്കോളേഴ്സ്. ബ്ലോക്ക് 6 വന്നിട്ട് ഇന്റർപ്ലേ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്, കൾച്ചർ ആൻഡ് സെക്യുലറിസം, ഇതുപോലുള്ള ടോപ്പിക്സുകൾ. ബ്ലോക്ക് 7 വന്നിട്ട് urbanization ആൻഡ് മൈഗ്രേഷൻ ട്രെൻഡ്സ് ആൻഡ് ഇമ്പാക്ട്സ്. ബ്ലോക്ക് 8 വന്നിട്ട് സോഷ്യൽ മൂവ്മെന്റ്സ് ബോത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കണ്ടംപററി വിത്ത് എക്സാമ്പിൾസ് ഓഫ് ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് വേണം ഈ ഒരു സോഷ്യൽ മൂവ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ അഡ്രസ് ചെയ്യാനായിട്ട്. ഇനി നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്, എങ്ങനെയാണ് MSO 004ന്റെ റീസെന്റ് ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കൺസിസ്റ്റന്റ് തീംസ് കൂടുതലും ചോദിക്കുന്നതെന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി, കാസ്റ്റ് ഡൈനാമിക്സ്, അഗ്രേറിയൻ ചേഞ്ചസ്, സോഷ്യൽ മൂവ്മെന്റ്, കൺസിസ്റ്റന്റ്ലി ഇത് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ടോപ്പിക്സിൽ നിന്ന് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി കമ്പാരിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതായത് മറ്റുള്ള ഡിഫറെന്റ് തിയറീസും പെർസ്പെക്ടീവ്സും ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാൻ പാകത്തിനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ കണ്ടംപററി റെലവൻസ് എന്ന് പറയുമ്പോൾ
urbanization, migration, globalization ഇതുപോലുള്ള ടോപ്പിക്സുകളും അതിന്റെ സൊസൈറ്റിയൽ ചേഞ്ചസ് ആൻഡ് ഇമ്പാക്ട്സ് ട്രെൻഡ്സും ഒക്കെയാണ് കണ്ടംപററി റെലവൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ചോദിക്കുന്നത്. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്കോളേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അതായത് അംബേദ്കറിന്റെ വ്യൂ, ബുറയുടെ വ്യൂ, എൽവിൻ വാരിയറുടെ വ്യൂ, അവരുടെ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു ഈ പറയുന്ന ഏരിയക്കകത്ത്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ഇനി പ്രിലിമിനറി റിപ്പോർട്ട് സമ്മറി. പ്രിലിമിനറി റിപ്പോർട്ട് സമ്മറിക്കകത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള MSO 004 സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു കോംപ്രിഹെൻസീവ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സെക്ഷനിലൂടെ നോക്കുന്നത്. അതിന്റെ തീംസ്, സോഷ്യോളജിക്കൽ തീംസ്, പല ഇഷ്യൂസ് റെലവെന്റ് ടു ഇന്ത്യൻ സൊസൈറ്റി എന്തൊക്കെയാണ്, എക്സാമിനേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് സിലബസിന്റെ ഒരു വാസ്റ്റ് ഏരിയ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ആണ് വരുന്നത്. അതിന്റെ ഹിസ്റ്റോറിക്കൽ എംഫസൈസസ് എന്താണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി എങ്ങനെയായിരുന്നു, കാസ്റ്റ് ഡൈനാമിക്സ്, അഗ്രേറിയൻ ചേഞ്ചസ്, റോൾ ഓഫ് സോഷ്യൽ മൂവ്മെന്റ്, ഇങ്ങനെ ടൈപ്പ് ഓഫ് വരുന്ന ക്വസ്റ്റ്യൻസിനെ കമ്പയർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. കണ്ടംപററി പ്രോസസ്സിൽ വരുന്ന ട്രെൻഡ്സ് എന്തൊക്കെയാണ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ബോത്ത് ക്ലാസിക്കൽ സോഷ്യോളജി, മോഡേൺ സോഷ്യോളജിക്കൽ എൻക്വയറിയും തമ്മിലുള്ള ഒരു മിക്സ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിൽ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ബ്ലോക്കിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഏരിയ ആണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ആ ബ്ലോക്കിനകത്ത് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് പാർട്ടിലേക്ക് നമ്മൾ നോക്കുന്നത്. ഇനി പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്, എത്ര പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്ന് വരുന്നതിനുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ രണ്ട് ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ആ ഒരു റെപ്രസെന്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ പാർട്ടിലേക്ക് മൂവ് ചെയ്യാണ്. ഹയർ ഫ്രീക്വൻസി ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1. ബ്ലോക്ക് 1 വന്നിട്ട് എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. കൺസിസ്റ്റന്റ്ലി ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, എമർജൻസി സോഷ്യോളജി എങ്ങനെയാണ് ഇന്ത്യയിൽ എമർജ് ചെയ്തത്, ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ഹൈ ഫ്രീക്വൻസി ആയിട്ട് ചോദിക്കുന്നതാണ്. എക്സാമിന് ഒരു ടോട്ടൽ 12 ക്വസ്റ്റ്യൻസോളം ഈ ഒരു ടോപ്പ് ബ്ലോക്കിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്രീക്വൻസി ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3, ബ്ലോക്ക് 6, ബ്ലോക്ക് 7, ബ്ലോക്ക് 8 ആണ്. ഇതിനകത്ത് ഒരു ടോട്ടൽ 6 ക്വസ്റ്റ്യൻസോളം ഈച്ച് ബ്ലോക്കിൽ നിന്നും അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3 വന്നിട്ട് പെർസ്പെക്റ്റീവ് ഓൺ മാരേജ്, ഫാമിലി ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്ന ബ്ലോക്ക് ആണ്. ബ്ലോക്ക് 6 വന്നിട്ട് പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ ആണ്. ബ്ലോക്ക് 7 വന്നിട്ട് ഡൈനാമിക്സ് ഓഫ് സോഷ്യൽ പ്രോസസ് ആണ്. ബ്ലോക്ക് 8 വന്നിട്ട് പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യൽ മൂവ്മെന്റ് ആണ്. സോ ബ്ലോക്ക് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ് സോഷ്യോളജിയുടെ എമർജൻസ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ഫോക്കസ് ആണ് നമുക്ക് ആ ഒരു സെക്ഷനിൽ കാണാൻ പറ്റുന്നത്. എങ്ങനെയാണ് സോഷ്യോളജി ഇന്ത്യയിൽ ഡെവലപ്പ് ആയത്, ഇതുപോലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 1 അതിന് ചോദിക്കുന്നത്. ഇനി ബ്ലോക്ക് 3, 6, 7, 8 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിലും ലെസർ എംഫസൈസ് ആണ് മറ്റു ബ്ലോക്കുകളെ വെച്ച് നോക്കുമ്പോൾ കൊടുത്തിട്ടുള്ളത്. എന്ന് കരുതിയിട്ട് നമുക്ക് ഈ ബ്ലോക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ബ്ലോക്കിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത്. യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ഏതൊക്കെ യൂണിറ്റിലും നമ്മൾ കുറച്ച് ഫോക്കസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള എക്സാമിനേഷൻ സെക്ഷൻസ്, നമ്മൾ എടുത്തിട്ടുള്ള പാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ജൂൺ 2021, ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2023 സെക്ഷൻസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് യൂണിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നതെന്നുള്ളതിന്റെ ഒരു ചാർട്ടാണ്. ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി ഫോക്കസ് ഏരിയാസ് അനലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഡിസ്കഷൻ പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. സോ ഈ ഒരു ബാർ ചാർട്ടിൽ നമ്മൾ കാണുന്നത് യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഏതൊക്കെ യൂണിറ്റുകൾ നമുക്ക് റെക്കറിംഗ് ആയിട്ട് വരുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട്, പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസിനകത്ത് വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട മാപ്പിനകത്ത് ഡാർക്ക് ഷെയ്ഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹയർ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസിന് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഹയർ ഫ്രീക്വൻസി യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2 വന്നിട്ട് എമർജൻസി ഓഫ് സോഷ്യോളജി ആണ്. കൺസിസ്റ്റന്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഗ്രീൻ റവല്യൂഷൻ, വർക്കിംഗ് ക്ലാസ് ആൻഡ് മിഡിൽ ക്ലാസ്. ഫ്രീക്വന്റ്ലി ഈ ക്വസ്റ്റ്യൻ എല്ലാ സെക്ഷൻസിനും അപ്പിയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 4 യൂണിറ്റ് 14 വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ബ്ലോക്ക് 7 യൂണിറ്റ് 25 urbanization റെഗുലർലി എക്സാമിന് ചോദിക്കുന്നുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 കാസ്റ്റ് ഇൻ ഒഫീഷ്യൽ റെക്കോർഡ്സ്, ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഫ്രീക്വന്റ്ലി ടാർഗറ്റ് ചെയ്ത് വരുന്നിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇനി ലോവർ ഫ്രീക്വൻസി യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ്, വളരെ ലെസ് ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്യുന്ന
ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലോക്ക് 8 യൂണിറ്റ് 29 സോഷ്യൽ മൂവ്മെന്റ്സ് ഫ്യൂവർ എക്സാംസിന് നമുക്ക് ഈ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നോട്ടബിൾ ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റന്റ് കവറേജ് കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 7ഉം ആണ്. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നിങ്ങളുടെ കരിക്കുലത്തിനകത്ത് പഠിക്കേണ്ട ബ്ലോക്കുകളാണ് ബ്ലോക്ക് 1ഉം 2ഉം 4ഉം 7ഉം. വേരിയബിൾ കവറേജ് കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 6ഉം ബ്ലോക്ക് 8ഉം ആണ്. ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് പാർട്ടിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇവിടെ കുറെ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. അതായത് ബ്ലോക്ക് 1ലെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ്, ബ്ലോക്ക് 1ലെ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി, ബ്ലോക്ക് 2ലെ ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിറ്റേഷൻ, ബ്ലോക്ക് 2ലെ ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ്, ബ്ലോക്ക് 2ലെ തന്നെ അംബേദ്കർ ഓൺ കാസ്റ്റ്, ബ്ലോക്ക് 3ലെ ഫാമിലി സ്ട്രക്ചേഴ്സ്, ബ്ലോക്ക് 4ലെ അർബൻ സോഷ്യൽ സ്ട്രക്ചർ, ബ്ലോക്ക് 4ലെ ഗ്രീൻ റവല്യൂഷൻ, ബ്ലോക്ക് 5ലെ ട്രൈബൽ ട്രാൻസ്ഫോർമേഷൻ, ബ്ലോക്ക് 5ലെ ഗുറെ ആൻഡ് എൽവിൻ വാരിയർ ഓൺ ട്രൈബ് കോൺസെപ്റ്റ്, ബ്ലോക്ക് 6ലെ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്, റിലീജിയൻ ആൻഡ് കൾച്ചർ, ബ്ലോക്ക് 7ലെ അർബനൈസേഷൻ, ബ്ലോക്ക് 8ലെ ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ്, കമ്പോണൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നിങ്ങളുടെ സിലബസിൽ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ പാർട്ടിലേക്കാണ് നമ്മൾ നോക്കുന്നത്. സോ മൾട്ടിപ്പിൾ എക്സാംസിന് റെക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് കാണിക്കുന്നത് ഹയർ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ആ ഒരു കറസ്പോണ്ടിങ് ടോപ്പിക്കിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 1ലെ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ കൺസിസ്റ്റന്റ്ലി ചോദിക്കുന്നുണ്ട്. ബ്ലോക്ക് 2ലെ ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് കാസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബ്ലോക്ക് 4ലെ ഗ്രീൻ റവല്യൂഷൻ, പിന്നെ ബ്ലോക്ക് 7ലെ urbanization റിപ്പീറ്റഡ്ലി ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ urbanization എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇനി ലോവർ ഫ്രീക്വൻസി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 2ലെ ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ് ലെസ് അപ്പിയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 8ലെ ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്. ഇനി നോട്ടബിൾ ട്രെൻഡ്സ് നമ്മൾ നോക്കുമ്പോൾ ഒരു കൺസിസ്റ്റന്റ് കവറേജ് നമുക്ക് ഈ പറയുന്ന ഏരിയസിനകത്ത് വേണം. ഏതൊക്കെ ഏരിയാസിനകത്ത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ, ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് കാസ്റ്റ്, ഗ്രീൻ റവല്യൂഷൻ, ഈ പറയുന്ന ഏരിയക്കകത്ത് നമുക്ക് ഒരു കൺസിസ്റ്റന്റ് കവറേജ് വേണം. അത് വളരെ സിഗ്നിഫിക്കന്റ് പാർട്ടാണ് നിങ്ങളുടെ കരിക്കുലത്തിനകത്തുള്ള വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഈ പറയുന്ന ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ, ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് കാസ്റ്റ്, ഗ്രീൻ റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. വേരിയബിൾ കവറേജ് കൊടുത്തിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റും ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ് പോലുള്ള ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ആണ്. ഈ മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഹൈ എംഫസൈസസ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ കൺസിസ്റ്റന്റ്ലി എക്സാമിന് ഹയസ്റ്റ് അലോക്കേഷൻ ഓഫ് മാർക്ക് വരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് കാസ്റ്റ്, ഫാമിലി സ്ട്രക്ചർ ടാർഗറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സിഗ്നിഫിക്കന്റ് എംഫസൈസസ് എന്താണെന്നുള്ളത്. ഗ്രീൻ റവല്യൂഷൻ ഹൈ മാർക്സിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ urbanization കൺസിസ്റ്റന്റ്ലി വരുന്നുണ്ട് എക്സാമിന്. പിന്നെ ലോവർ എംഫസൈസസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക് അറിയാമല്ലോ, ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ്, ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ്. സോ ബേസ്ഡ് ഓൺ ദിസ് നമ്മൾ ഇതിന്റെ ഒരു സമ്മറി പാർട്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഹയർ എംഫസൈസസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സിന് കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. കാരണം ഹയർ മാർക്ക് അലോക്കേഷൻ ഈ പറയുന്ന ടോപ്പിക്സിൽ വരുന്നുണ്ട്. അതായത് ഫാമിലി സ്ട്രക്ചർ, ഗ്രീൻ റവല്യൂഷൻ, ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് കാസ്റ്റ്, urbanization, സോഷ്യോളജിയുടെ ഗ്രോത്ത് ആസ് എ പ്രൊഫഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ, ഇതുപോലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഹയർ മാർക്ക് അലോക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്രയോറിറ്റൈസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ടോപ്പിക്സിന് കൊടുക്കണം. ലെസ് എംഫസൈസസ് വരുന്ന ടോപ്പിക്കുകൾ പഠിക്കണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ആ ഒരു പഠിക്കുന്ന ടൈമിൽ കൂടുതൽ ടൈം ഈ പറയുന്ന പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് ഹയർ മാർക്ക് അലോക്കേഷൻ വരുന്ന ടോപ്പിക്സിനാണ്. മറ്റുള്ള ടോപ്പിക്സുകളും ജസ്റ്റ് റെഫർ ചെയ്ത് പോകണം, പഠിക്കേണ്ട എന്നല്ല പറയുന്നത് കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. സോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ബ്ലോക്ക് 1ലെ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി റെക്കറൻസ് എന്ന് പറയുന്നത് 6 ആണ് അതിന്റെ റെക്കറൻസ് ചാൻസ് എന്ന് പറയുന്നത്. ബ്ലോക്ക് 2ലെ ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് കാസ്റ്റ്, ബ്ലോക്ക് 3ലെ ഫാമിലി സ്ട്രക്ചർ, ബ്ലോക്ക് 4ലെ ഗ്രീൻ റവല്യൂഷൻ, ബ്ലോക്ക് 7ലെ urbanization, ഇതൊക്കെ ഒരു ഹയസ്റ്റ് ചാൻസ് ഓഫ് റെക്കറൻസ് വരുന്ന ടോപ്പിക്സ് ആണ്. ഇനി ബ്ലോക്ക് 5ലെ എൽവിന്റെയും ഗുറയുടെയും ട്രൈബൽ വ്യൂ, ബ്ലോക്ക് 1ലെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ്, ബ്ലോക്ക് 5ലെ ട്രൈബൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു 5 ടൈംസ് റെക്കർ ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളാണ് ഈ പറയുന്ന ബ്ലോക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 8ലെ കമ്പോണൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്, ബ്ലോക്ക് 2ലെ അംബേദ്കർ വ്യൂ ഓൺ കാസ്റ്റ്, ബ്ലോക്ക് 4ലെ അഗ്രേറിയൻ സ്ട്രക്ചർ, ബ്ലോക്ക് 6ലെ തന്നെ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്, ബ്ലോക്ക് 8ലെ സോഷ്യൽ മൂവ്മെന്റ്സ്, ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ്. ഈ ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റും സോഷ്യൽ മൂവ്മെന്റ്സും ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സും വരുന്നത്
ടൈപ്പ് ഓഫ് റെക്കറിംഗ് ചാൻസ് വളരെ കുറവാണ് മറ്റുള്ള ടോപ്പിക്സുകളെ വെച്ച് നോക്കുമ്പോൾ. സോ ഹയർ റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ 6 ഒക്കറൻസ് വന്നിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ ബ്ലോക്ക് 1-നകത്തും ബ്ലോക്ക് 2-നകത്തും ബ്ലോക്ക് 3-നകത്തും നിന്ന് വരുന്ന ടോപ്പിക്സുകളാണ്. അതായത് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ, ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കാസ്റ്റ്, ഫാമിലി സ്ട്രക്ചർ. ഗ്രോത്ത് ആൻഡ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ ബ്ലോക്ക് 1-ൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്ലാസ് ബ്ലോക്ക് 2-ൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാമിലി സ്ട്രക്ചർ ബ്ലോക്ക് 3-ൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രീൻ റവല്യൂഷൻ ബ്ലോക്ക് 4-ൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. urbanization ബ്ലോക്ക് 7-ൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി മോഡറേറ്റ്ലി റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നോക്കുമ്പോൾ ഒരു 4 to 5 ചാൻസസ് ഓഫ് ഒഫറൻസ് എക്സാമിന് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് മോഡറേറ്റ്ലി റെക്കറിംഗ് ടോപ്പിക്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ബ്ലോക്ക് 5-ല് ഗുരയുടെയും എൽവിന്റെയും കോൺസെപ്റ്റ് ഓഫ് ട്രൈബ്, ഹിസ്റ്റോറിക്കൽ റൂട്ട് ഓഫ് സോഷ്യോളജി ബ്ലോക്ക് 1-നകത്ത്, ട്രൈബൽ ട്രാൻസ്ഫോർമേഷൻ ബ്ലോക്ക് 5-ല്, കമ്പോണൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ബ്ലോക്ക് 8-നകത്ത്, അംബേദ്കർ വ്യൂ ഓഫ് കാസ്റ്റ് ബ്ലോക്ക് 2-നകത്ത്. മോഡറേറ്റ്ലി റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകളാണ്. അതിനകത്ത് തന്നെ മോഡറേറ്റ്ലി റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സിൽ വീണ്ടും വരുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ ബ്ലോക്ക് 4, റിലീജിയൻ ആൻഡ് കൾച്ചർ ബ്ലോക്ക് 6, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ബ്ലോക്ക് 6. സോ നമ്മൾ കൺസിസ്റ്റന്റ്ലി നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതലും അറ്റൻഷൻ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഈ മോഡറേറ്റ്ലി റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സിനും ഹൈ ഫ്രീക്വൻസി റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സിനുമാണ്. ബട്ട് ലെസ് റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് നിങ്ങളുടെ പഠിക്കുന്ന സമയത്ത് അതിനും ടൈം അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ അലോക്കേറ്റ് ചെയ്യേണ്ട വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 8-ലെ ഓൾഡ് ആൻഡ് നോ സോഷ്യൽ മൂവ്മെന്റ്സും ബ്ലോക്ക് 2-ലെ ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റും ആണ്. ഇനി സജസ്റ്റഡ് ടോപ്പിക്സ് ഫോർ നെക്സ്റ്റ് എക്സാം, വരുന്ന എക്സാമിന് നമ്മൾ ഹൈ ഫ്രീക്വൻസി വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ബ്ലോക്ക് 1-ലെ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ, ബ്ലോക്ക് 2-ലെ ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കാസ്റ്റ്, ഫാമിലി സ്ട്രക്ചർ ബ്ലോക്ക് 3, ഗ്രീൻ റവല്യൂഷൻ ബ്ലോക്ക് 4, urbanization ബ്ലോക്ക് 7, predictions and probability for the upcoming exam. ഇതിനകത്ത് ഹൈ ഫ്രീക്വൻസി വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഫസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1-ലെ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ, ബ്ലോക്ക് 3-ലെ ഫാമിലി സ്ട്രക്ചർ, ബ്ലോക്ക് 4-ലെ ഗ്രീൻ റവല്യൂഷൻ, ബ്ലോക്ക് 7-ലെ urbanization. മോഡറേറ്റ് ഫ്രീക്വൻസി വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു 4 to 5 ഒക്കറൻസ് ചാൻസ് വന്നിട്ടുള്ളത് ഇനി വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കുറെ ആൻഡ് എൽവിൻ ഓൺ ട്രൈബ് ബ്ലോക്ക് 5, ഹിസ്റ്റോറിക്കൽ റൂട്ട് ഓഫ് സോഷ്യോളജി ബ്ലോക്ക് 1, ട്രൈബൽ ട്രാൻസ്ഫോർമേഷൻ ബ്ലോക്ക് 5, കമ്പോണൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ബ്ലോക്ക് 8, അംബേദ്കർ ഓൺ കാസ്റ്റ് ബ്ലോക്ക് 2, agrarian social structure block 4, religion and culture block 6, religion and politics block 6. ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ബ്ലോക്ക് 1-ല് എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. ഈ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് വരുന്ന റെക്കറിംഗ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ. കൺസിസ്റ്റന്റ്ലി നിങ്ങളുടെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതും ഹൈ റെക്കറിംഗ് ചാൻസ് ഉള്ള ഒരു 6 തവണ തന്നെ ഒക്കറൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ. അതിന്റെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സുകൾ അത് ടാർഗറ്റ് ചെയ്തിട്ടൊക്കെ എഴുതാനാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 2-ലെ പെർസ്പെക്ടീവ്സ് ഓൺ കാസ്റ്റ്. ഇതിനകത്ത് ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കാസ്റ്റ് 6 തവണ ഓഫർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അംബേദ്കർ ഓൺ കാസ്റ്റ്, അംബേദ്കറിന്റെ കാസ്റ്റിന്റെ വ്യൂവും 4 തവണ ഓഫർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3-ല് പെർസ്പെക്ടീവ് ഓൺ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിലെ ഫാമിലി സ്ട്രക്ചർ ഹൈ ഫ്രീക്വന്റ് ആയിട്ടുള്ള വരുന്ന ഒരു ടോപ്പിക്കാണ് ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 4-ലെ പെർസ്പെക്ടീവ് ഓൺ ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് 6 ടൈം ഒക്കർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ 4 ടൈം ഒക്കർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബ്ലോക്ക് 5 പെർസ്പെക്ടീവ്സ് ഓൺ ട്രൈബ്സ് ഇൻ ഇന്ത്യ. ഇതിനകത്ത് എൽവിന്റെയും ഗുരയുടെയും കോൺസെപ്റ്റ് ഓഫ് ട്രൈബ്സ് 5 ടൈം ഒക്കർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ട്രൈബൽ ട്രാൻസ്ഫോർമേഷൻ 5 ടൈം ഒക്കർ ചെയ്തിട്ടുള്ളതും വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ട്രൈബൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ബ്ലോക്ക് 6 പെർസ്പെക്ടീവ് ഓൺ റിലീജിയൻ. ഇതിനകത്ത് റിലീജിയൻ ഓൺ കൾച്ചറും റിലീജിയൻ ഓൺ പൊളിറ്റിക്സും ഇതൊരു 4 to 3 ടൈംസ് ഒക്കർ ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഈ മോഡറേറ്റ്ലി ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ് റിലീജിയൻ ആൻഡ് കൾച്ചർ, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 7-ലെ ഡൈനാമിക്സ് ഓൺ സോഷ്യൽ പ്രോസസ്സിനകത്ത് നമ്മൾ നോക്കുമ്പോൾ urbanization വളരെ റെക്കറിംഗ് ആയിട്ടും കൺസിസ്റ്റന്റ്ലി ചോദിക്കുന്നതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് urbanization എന്ന് പറയുന്നത്. ബ്ലോക്ക് 8-ലെ ടോപ്പിക് ആയിട്ടുള്ള പെർസ്പെക്ടീവ് ഓൺ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് 8-നകത്ത് വരുന്ന കമ്പോണൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്
5 തവണ റെക്കർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പോണൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്, പക്ഷെ 2 തവണയും മാത്രമേ അത് റെക്കർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതും ആ ബ്ലോക്കിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പൊ ആ ബ്ലോക്കിൽ നിന്ന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് കമ്പോണൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ആണ്. പക്ഷെ ലെസ് എംഫസൈസസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ് ആണ്. ഇനി പ്രഡിക്ഷൻ ഫോർ അപ്കമിങ് എക്സാം, വരുന്ന എക്സാമിന് ഹൈ ആൻഡ് മോസ്റ്റ് ലൈക്ലി വരാനായിട്ടുള്ള ടോപ്പിക്സുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ, ബ്ലോക്ക് 1. ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് കാസ്റ്റ്, ബ്ലോക്ക് 2. ഫാമിലി സ്ട്രക്ചർ, ബ്ലോക്ക് 3. ഗ്രീൻ റെവല്യൂഷൻ, ബ്ലോക്ക് 4. urbanization, block 7. Gurey and Elvin on tribes, block 5. Historical roots of sociology, block 1. Tribal transformation, block 5. Components of social movement, block 8. ഇനി comprehensive note to the learners. Dear learners, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് അറിയാം. MS-004 സോഷ്യോളജി ഓഫ് ഇന്ത്യയുടെ എക്സാം അപ്കമിങ് വരുന്ന എക്സാം ആണ്. സോ ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് സെക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ഇഗ്നോ ഫോക്കസ് 2.0യുടെ ലേൺ വൈസിന്റെ ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അതിന്റെ ഡിഫറെന്റ് ടോപ്പിക്സുകളും യൂണിറ്റ്സും റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ഹൈ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളും ലെസ് എംഫസൈസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പഠന ഏരിയയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് ഞാൻ കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്ത് പഠിക്കും, ഏതൊക്കെ ഏരിയാസ് എനിക്ക് ലെസ് ടൈം മതി പഠിക്കാനായിട്ട്, ആ ഒരു രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ എക്സാമിന് പഠിക്കാനായിട്ടുള്ളത്. ഈ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 1, ബ്ലോക്ക് 1ലെ എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യക്കകത്ത് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ കൺസിസ്റ്റന്റ്ലി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ. അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രോത്ത് എങ്ങനെയാണ്, ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ എമർജ് ചെയ്ത് വന്നത്, അതിന്റെ ഡിഫറെന്റ് സോഷ്യോളജിസ്റ്റുകളുടെ എഫേർട്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് എഴുതാനുള്ളത്. ഇനി ഹിസ്റ്റോറിക്കൽ റൂട്ട്സ്. ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് എന്ന് പറയുമ്പോൾ റെക്കറിംഗ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അതിന്റെ മൈൽ സ്റ്റോണും എങ്ങനെയൊക്കെയാണ് സോഷ്യോളജി ഇന്ത്യയിൽ എമേർജ് ആയതും അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെയാണ് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്തത് ബ്ലോക്ക് 2ലെ പെർസ്പെക്ടീവ്സ് ഓൺ കാസ്റ്റ്. പെർസ്പെക്ടീവ്സ് ഓൺ കാസ്റ്റിലെ ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കാസ്റ്റ് റെക്കറിംഗ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ട്രഡീഷണൽ ബ്രാഹ്മണിക്കൽ വ്യൂ ഓഫ് കാസ്റ്റ് സിസ്റ്റം, അതിന്റെ ഇംപ്ലിക്കേഷനും ഒക്കെയാണ് ഇതിനകത്ത് ഫോക്കസ് കൊടുത്ത് എഴുതേണ്ടത്. ഇനി അംബേദ്കർ വ്യൂ ഓഫ് കാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അംബേദ്കറിന്റെ ക്രിട്ടിക്കും കാസ്റ്റിന്റെ അംബേദ്കറിന്റെ വ്യൂവും അനാലിസിസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ് എടുക്കുന്ന സമയത്ത് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് എങ്കിലും ഫീൽഡ് വ്യൂവും ബുക്ക് വ്യൂവും തമ്മിലുള്ള കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് തമ്മിലൊരു കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് അത് അറിയണം. സോ ഫീൽഡ് വ്യൂ എന്താണെന്നും ബുക്ക് വ്യൂ ഓഫ് കാസ്റ്റ് എന്താണെന്നുമുള്ള ഒരു അനാലിസിസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത ബ്ലോക്ക് 3 പെർസ്പെക്ടീവ് ഓൺ ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് ആണ്. ഇതിലെ ഫാമിലി സ്ട്രക്ചർ ഹൈ ഫ്രീക്വൻസി വരുന്ന കൺസിസ്റ്റന്റ്ലി ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലി സ്ട്രക്ചർ ഇൻ ഇന്ത്യ, ചേഞ്ചസ് ഓവർ ടൈം, സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവ്സ് ഓഫ് ഫാമിലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 4ല് പെർസ്പെക്ടീവ് ഓൺ ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ, ഇതിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രീൻ റവല്യൂഷൻ. ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷൻ എങ്ങനെയായിരുന്നു ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത് അഗ്രേറിയൻ സൊസൈറ്റീസിനെ, ക്ലാസ് റിലേഷൻസ് ഇൻ ഇന്ത്യയിൽ എങ്ങനെ എഫക്ട് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ. അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി വരുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് വരുമ്പോൾ അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ടൈം പീരീഡിൽ ഉണ്ടായിരുന്നത്, അതിന്റെ കണ്ടംപററി ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി ബ്ലോക്ക് 5 പെർസ്പെക്ടീവ്സ് ഓൺ ട്രൈബ്സ് ഇൻ ഇന്ത്യ. ഇതിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഗുറേ ആൻഡ് എൽവിൻ കോൺസെപ്റ്റ് ഓൺ ട്രൈബ്സ്. ഇത് റെക്കറിംഗ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഈ പറയുന്ന എൽവിൻ വാരിയറുടെയും GS ഗുറേ എന്ന് പറയുന്ന 2 സോഷ്യോളജിസ്റ്റിന്റെ ട്രൈബൽ വ്യൂസും അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസും അനാലിസിസും ഒക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി ട്രൈബൽ ട്രാൻസ്ഫോർമേഷൻ. ട്രൈബൽ ട്രാൻസ്ഫോർമേഷനകത്ത് നോക്കേണ്ടത് ഡിഫറെന്റ് പ്രോസസ് ആൻഡ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ട്രൈബൽ ട്രാൻസ്ഫോർമേഷന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഫോക്കസ് കൊടുക്കേണ്ടത്. അടുത്ത ബ്ലോക്ക് 6. ബ്ലോക്ക് 6 വന്നിട്ട് പെർസ്പെക്ടീവ് ഓൺ റിലീജിയൻ. ഇതിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് റിലീജിയൻ ആൻഡ് കൾച്ചർ. മോഡറേറ്റ്ലി ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് റിലീജിയൻ ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. ഇത് റിലീജിയൻ ആൻഡ് കൾച്ചറിന്റെ ഇന്റർ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ള ടൈപ്പ് ഓഫ് ഫോക്കസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. ഇനി റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസും കണ്ടംപററി സിഗ്നിഫിക്കൻസും അതിന്റെ റോളും ഒക്കെയാണ് ഇതിനകത്ത് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി ബ്ലോക്ക് 7 വന്നിട്ട് ഡൈനാമിക്സ് ഓഫ് സോഷ്യൽ പ്രോസസ് ആണ്. ഡൈനാമിക്സ് ഓഫ് സോഷ്യൽ പ്രോസസ്സിനകത്ത്
വരുന്നൊരു ടോപ്പിക്കാണ് urbanization എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറീസിനൊക്കെ ഫോക്കസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 8 വന്നിട്ട് പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ മൂവ്മെന്റ്സ്. ഇതിനകത്ത് കമ്പോണൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ഫ്രീക്വന്റ്ലി വരുന്ന ഒരു ടോപ്പിക്കാണ്. ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സും അതിന്റെ ടൈപ്സും ഒക്കെയാണ് ഇതിനകത്ത് ഫോക്കസ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ് ലെസ് ഫ്രീക്വന്റ്ലി വരുന്ന ഒരു ടോപ്പിക് ആണെങ്കിലും ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ലേണേഴ്സിന് ഉണ്ടായിരിക്കണം. ഇനി സ്റ്റഡി ടിപ്സ് ആണ്. സ്റ്റഡി ടിപ്സ് എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ടൈം കൊടുക്കണം. അതായത് നിങ്ങളുടെ ഇനിഷ്യൽ സ്റ്റഡി എഫേർട്സിനകത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പഠിക്കേണ്ടതും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതുമായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വന്റി ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. അതായത് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ, ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കാസ്റ്റ്, ഗ്രീൻ റവല്യൂഷൻ. ഇനി ഒരു കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഉണ്ടായിരിക്കണം. ഈ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് എഴുതേണ്ടതെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് വരുമ്പോൾ ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ആയിരിക്കാം, ഡിഫറെന്റ് തിയറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അംബേദ്കറിന്റെ ബ്രാഹ്മണിക്കൽ വ്യൂ ഓഫ് കാസ്റ്റും എന്താണ് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പാരിസൺ വരുമ്പോ അംബേദ്കർ വ്യൂ ഓഫ് കാസ്റ്റും ബ്രാഹ്മണിക്കൽ വ്യൂ ഓഫ് കാസ്റ്റും അത് തമ്മിലുള്ള കോൺട്രഡിക്ഷൻസും, അപ്പൊ ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനകത്ത് വേർതിരിച്ച് എഴുതാനായിട്ട് നിങ്ങൾക്ക് പഠിക്കണം. ഇനി എൽവിൻ ബാരിയുടെയും GS ഗുണയുടെയും കോൺസെപ്റ്റ് ഓഫ് ട്രൈബ്സ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. കറന്റ് ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഒരു തിയറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ അത് റിയാലിറ്റിയിൽ എങ്ങനെ അത് ആപ്ലിക്കബിൾ ചെയ്യുന്നു, അതിന്റെ റീസെന്റ് ട്രെൻഡ്സും ഈവന്റ്സും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്ത് എഴുതാനായിട്ടുള്ള കാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. യൂസ് വിഷ്വൽ എയ്ഡ്സ്. നിങ്ങൾക്ക് ടേബിൾസുകളും ചാർട്ടുകളും മൈൻഡ് മാപ്പും ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാം. അപ്പൊ കാസ്റ്റ് വ്യൂ അങ്ങനെയുള്ള ഫീൽഡ് വ്യൂ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈ ചാർട്ട്സോ അല്ലെങ്കിൽ പിരമിഡ് ടൈപ്സ് ഒക്കെ വരച്ചിട്ട് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 4 കാസ്റ്റ് ഗ്രൂപ്പ്സുകൾ ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ട്രൈബൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഒരു വെൻ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് ഓരോ പ്രോബ്ലംസുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതാം. urbanization പ്രോബ്ലംസ് വരുമ്പോൾ ഇതേപോലുള്ള ഡയഗ്രാംസുകൾ വരച്ച് റെപ്രസെന്റ് ചെയ്ത് എഴുതാം. അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടെ നിങ്ങളുടെ ആൻസർ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് മോർ ടൈം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനായിട്ട് നിങ്ങൾ ടൈം ഇനിഷ്യേറ്റ് ചെയ്യണം. ദെൻ ഗ്രൂപ്പ് സ്റ്റഡി, അതായത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക്സുകൾ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്സുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. സോ ഡിയർ ലേണേഴ്സ്, വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ എന്ന് വിചാരിക്കുന്നു. MSO004ന്റെ ഇഗ്നോ ഫോക്കസ് 2.0 സെക്ഷൻ ആയിരുന്നു നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അപ്രോച്ച് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സുകളും മോഡറേറ്റ് ഫ്രീക്വൻസി ടോപ്പിക്സുകളും ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ സിലബസിന് ഈ ഒരു സെക്ഷനിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ പ്രിപ്പറേഷൻ. സ്റ്റഡി വെൽ. സോ നമ്മൾ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ടിലാണ് നമ്മൾ ഇനി നോക്കുന്നത്. MSO004ന്റെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈം അലോട്ട് ചെയ്തിട്ടുള്ള 3 hours ആണ്. മാക്സിമം 100 മാർക്സിനാണ് വരുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. ഈച്ച് ക്വസ്റ്റ്യൻ 500 വേർഡ്സ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 20 മാർക്സ് വീതം വെച്ചിട്ടാണ് വരുന്നത്. സോ അറ്റ്ലീസ്റ്റ് 2 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എഴുതണം. ഒരു സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ 3 ക്വസ്റ്റ്യൻ എഴുതാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ മൊത്തം 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ളത്. സോ സെക്ഷൻ 1ൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ ഇൻ ഇന്ത്യ. Question number 2, critically examine the Brahminical interpretation of caste system in India. Question number 3, explain the impact of Green Revolution on agrarian class structure in India. 4, discuss the types of family structure in India and the changes they have undergone over time. 5, analyze the historical root of sociology in India and their influence on contemporary sociological practices. Section 2ൽ വരുന്ന questions. 6, compare and contrast Gure and Elwin perspective on tribal development in India. Question number 7, examine the socio-economic dynamics of urbanization in contemporary India. Question number 8, discuss the components of social movement and their relevance in context of modern Indian society. Question number 9, explain Ambedkar critique of caste system and its relevance today. Question number 10, evaluate the interrelationship between religion and culture in Indian society, provide relevant examples.
Thank you. Have a nice day. All the best of luck for your exam. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.